അഹ്ലൻ അസ്സലാമു അലൈക്കും മർഹബ ബിക്കും മിൻ ജദീദ്. ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ എന്നെ കുറിച്ച് പറയാൻ പഠിച്ചു, നീ എന്താണ്, നിന്റെ പ്രൊഫഷൻ എന്താണ്, പേരെന്താണ്, എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തണം. അവരാരൊക്കെയാണ്, അവർ ഏതൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ പേരുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഫാദറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫാദർ എന്നുള്ളതിന് നമ്മൾ അബ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അബി എന്നുള്ള രൂപത്തിൽ ആണ് വിളിക്കുന്നത്. അബി, അബൂയി. ബാബ എന്നും എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിച്ച് കാണാറുണ്ട്. ബാബ എന്നും അവരെ ഫാദർ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അബി. ഇനി എനിക്ക് എൻ്റെ ഉപ്പയുടെ പേര് പറയാം. അബി അഹ്മദ്. അബി അഹ്മദ്. എൻ്റെ ഉപ്പ അഹ്മദ് ആണ്. ഹുവ മുദർരിസ്. ഹുവ എന്ന് പറയുന്നത് അവൻ എന്നുള്ള മീനിങ് ആണ്. പക്ഷെ അറബിയിൽ നമ്മൾ ബഹുമാനത്തോടു കൂടി ഒരാളെ പറയാനും ഹുവ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് പ്ലൂറൽ ഫോം അല്ല. കുറച്ച് ബഹുമാനം കൊടുത്തുകൊണ്ട് പറയണമെങ്കിലും അല്ല. ഇനി അവൻ എന്നുള്ളതാണെങ്കിലും ഹുവ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അബി അഹ്മദ്. ഹാദ അബി അഹ്മദ്. ഹാദ എന്ന് പറയുന്നത് ഇത്. നമ്മുടെ മുന്നിൽ ഒരാൾ നിർത്തിയിട്ട് പറയാണെന്ന് വിചാരിക്കാം. ഹാദ അബി അഹ്മദ്. ഇത് എൻ്റെ ഉപ്പ അഹ്മദ് ആണ്. ഹുവ മുദർരിസ്. എൻ്റെ ഉപ്പ അഹ്മദ് മുദർരിസ് ആണ്. ഹാദ അബി അഹ്മദ് ഹുവ മുദർരിസ്. ഇനി മറ്റേതെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും മുദർരിസ് മറ്റത് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഹാദ അബി ഹുവ തബീബ്. ഹാദ അബി ഹുവ തബീബ്, ഹുവ ദക്തൂർ എന്ന് പറയാം. ഇനി ഈ സൈഡിൽ ഉമ്മയുണ്ട്. ഹാദിഹി ഉമ്മി. ഇനി ഉമ്മയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാ, ഹാദിഹി ഉമ്മി. ഇത് എൻ്റെ ഉമ്മയാണ്. ഹിയ മുദർരിസ. ഹിയ മുദർരിസ, അവർ ടീച്ചറാണ്. ഹിയ ദക്തൂറ, അവരെന്താണ്, ഡോക്ടറാണ്. ഹിയ മുഹാസിബ, അവരെന്താണ്, ഒരു അക്കൗണ്ടന്റ് ആണ്. ഹിയ മുഹന്ദിസ, എഞ്ചിനീയർ ആണ്. മുഹന്ദിസ, മുഹന്ദിസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അബി ഉമ്മി. ഇനി അടുത്തത് അഹ്, ബ്രദർ. അഹി അല്ലെങ്കിൽ അഹൂയ്, എൻ്റെ ബ്രദർ. ഹാദ അഹി ഖാലിദ്. ഇതെന്റെ ബ്രദർ ഖാലിദ്. ഹാദ അഖി മുഹമ്മദ് അല്ലെങ്കിൽ അഖി മുഹമ്മദ് മുഹാസിബ്. അഖി മുഹമ്മദ് മുഹാസിബ്. എൻ്റെ ബ്രദർ മുഹമ്മദ് മുഹാസിബ് ആണ്, ഒരു അക്കൗണ്ടന്റ് ആണ്. അഖി മുഹമ്മദ് മുഹാസിബ്. 3 വാക്കുകൾ നമ്മൾ ഓർഡർ പ്രകാരം ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത സമയത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് കിട്ടി. അഖി അഹ്മദ് മുഹാസിബ്. ഓക്കെ, ഇത് നമ്മള് ഹാദ അഖി ഹുവ മുഹാസിബ് എന്ന് പറയുന്നതിന് പകരമായിട്ട് അഖി മുഹമ്മദ് മുഹാസിബ്, എൻ്റെ ബ്രദർ മുഹമ്മദ് ഒരു മുഹാസിബ് ആണ്. ഓക്കെ, ഇത് അഖിന്റെ കേസിൽ. ഇനി അത് ഒഖ്താണെങ്കിലോ, സിസ്റ്റർ ആണെങ്കിലോ, സിസ്റ്റർ എന്നുള്ളതിന് ഒഖ്ത്, ഒഖ്തി, മൈ സിസ്റ്റർ. ഒഖ്തി ഫാത്തിമ മുഹാസിബ. ഒഖ്തി ഫാത്തിമ മുഹാസിബ. എൻ്റെ സിസ്റ്റർ ഫാത്തിമ മുഹാസിബയാണ്, അക്കൗണ്ടന്റ് ആണ്. ഒഖ്തി ഫാത്തിമ മുഹന്ദിസ. എൻ്റെ സിസ്റ്റർ ഒരു മുഹന്ദിസ, ഒരു എഞ്ചിനീയർ ആണ് എന്നുള്ളത് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഫാദറായി, മദർ, ബ്രദർ, സിസ്റ്ററായി. ഇനി നമ്മൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നുള്ളത് നോക്കാം. ജദ് എന്നാണ് പറയാം. ജദ് ഗ്രാൻഡ് ഫാദർ, ജദ്ദ ഗ്രാൻഡ് മദർ. അപ്പൊ ജദ്ദി, മൈ ഗ്രാൻഡ് ഫാദർ, മൈ ഗ്രാൻഡ് ഫാദർ. ഹാദ ജദ്ദി, ഹാദ ജദ്, ഹാദ ജദ്ദി, ഹാദ ജദ്ദി അഹ്മദ്, ഹാദ ജദ്ദി അഹ്മദ്, ഹാദ ജദ്ദി ഖാലിദ്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതെന്റെ ജദ്ദ് ഖാലിദ് ആണ്. ഇനി ഇവിടെ ജദ്ദ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രാൻഡ് മദർ എന്നുള്ള മീനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജദ്ദ എന്ന് പറയുമ്പോൾ ജദ്ദത്തിനെ എന്നിലേക്ക് ചേർക്കുമ്പോൾ ജദ്ദതി, ജദ്ദതി, എൻ്റെ ഗ്രാൻഡ് മദർ. ജദ്ദി എൻ്റെ ഗ്രാൻഡ് ഫാദർ, ജദ്ദതി എൻ്റെ ഗ്രാൻഡ് മദർ. ജദ്ദതി സൈനബ്, ഇതെന്റെ ജദ്ദത്ത് സൈനബ് ആണ്. ഓക്കെ, അബ്, ഉം, അഹ്, ഉഖ്ത്, ജദ്, ജദ്ദ. ഇത് നമ്മൾ എന്ത് ചെയ്തു, വീട്ടിലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തി. ഇനി നമ്മൾ മാരീഡ് ആണ് എന്നുണ്ടെങ്കിൽ സൗജി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, സൗജി യാസിർ, എൻ്റെ ഹസ്ബൻഡ് യാസിർ. ഈ പേരെന്താണ്, എന്ത് പേര് നമുക്ക് അവിടെ കൊടുക്കാം, സൗജി യാസിർ ഫി ദുബായ്. എൻ്റെ ഹസ്ബൻഡ് യാസിർ എവിടെയാണ്, ദുബൈയിലാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇനി ഒരു മെയിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് എന്ന് പറയേണ്ടി വരും. വൈഫ് എന്നുള്ളതിന് സൗജ എന്നാണ്. എൻ്റെ വൈഫ് ആവുമ്പോഴും സൗജത്തി എന്ന് പറയാം. സൗജത്തി ഫാത്തിമ മുദർരിസ, എൻ്റെ വൈഫ് ഫാത്തിമ മുദർരിസയാണ്. ഓക്കെ, സൗജ്, സൗജി.
ഹസ്ബൻഡ്, മൈ ഹസ്ബൻഡ്. സൗജ്, സൗജി. സൗജ, സൗജത്തി. സൗജ എന്ന് പറയുന്നത് വൈഫ്, എൻ്റെ വൈഫ് ആവുമ്പോൾ സൗജത്തി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മള് അങ്കിൾമാരുണ്ടാവും, ആന്റിമാരുണ്ടാവും, കസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മദറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വരുന്ന അങ്കിൾ ആന്റി, നമ്മളുടെ ഉമ്മയുടെ സഹോദരൻ സഹോദരി. ഉമ്മയുടെ സഹോദരനെ നമ്മൾ പറയുന്നത് ഖാൽ എന്നാണ്. ഖാൽ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ സഹോദരൻ, നമ്മൾ അമ്മാവൻ എന്ന് പറയുന്ന, അപ്പൊ അവർക്ക് നമ്മൾ ഖാൽ എന്ന് പറയും. ഖാലി, എൻ്റെ അമ്മാവൻ. ഓക്കെ, ഖാലത്തി, എൻ്റെ ഉമ്മയുടെ സഹോദരിമാരാവും, മുതിർന്നതാവട്ടെ താഴെയുള്ളവരാവട്ടെ ഖാല എന്നാണ് ഉപയോഗിക്കുക. ഖാലത്തി. നമ്മുടെ നാട്ടിൽ നമ്മൾ മേമ എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ മൂത്തുമ്മ എന്നൊക്കെ പറയും. ഇവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഖാല എന്നുള്ള പദം ഉപയോഗിക്കാം. ഖാലത്തി എന്നാക്കുമ്പോൾ അത് എൻ്റെതാവും. ഇനി ഫാദർ സൈഡിലുള്ള ആളുകളാണെങ്കിൽ, ഉപ്പയുടെ സഹോദരന്മാരാണെങ്കിൽ നമ്മൾ അമ്മ എന്നാണ് ഉപയോഗിക്കുക. കോമൺ ആയിട്ട് നമുക്കൊരു ബന്ധവും ഇല്ലാത്ത അങ്കിൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളെ നമ്മൾ എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ ഫാദർ സൈഡിലുള്ള നമ്മുടെ എളപ്പ, മൂത്താപ്പ, ഇവരൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അമ്മി, എൻ്റെ അമ്മ. ഇനി ഉപ്പയുടെ സഹോദരിമാരാണെങ്കിൽ അമ്മത്തി, നമ്മൾ അമ്മായി എന്ന് പറയുന്നവര് അമ്മത്തി, അമ്മ, അമ്മത്തി. ഹാദി അമ്മത്തി ജമീല, ഹാദി അമ്മത്തി ജമീല, ഇത് എൻ്റെ ആൻറ്റി, എൻ്റെ അമ്മായി ജമീലയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇവരുടെ മക്കളാണല്ലോ നമ്മുടെ കസിൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ കസിൻ എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു വാക്ക് എടുത്ത് പറയാനില്ല. ആരുടെ മകനാണോ ആരുടെ മകളാണോ അവരിലേക്ക് ചേർത്ത് പറയാം. ഇനി എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മകൻ എന്നുള്ള രൂപം നമ്മൾ പറയണം. വലദ് ഖാലത്തി, വലദ് ഖാലത്തി, ഉമ്മയുടെ സഹോദരിയുടെ മകൻ, അങ്ങനെയാണ് പറയുന്നത്. വലദ് അമ്മി, എൻ്റെ ഇളയപ്പയുടെ മകൻ. വലദ് അമ്മി, വലദ് അമ്മത്തി, ബിൻത് അമ്മത്തി, ആരുടെ മകളാണോ അവരിലേക്ക് നമുക്ക് ബിൻത്, വലദ് എന്നുള്ളത് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഹദ വലദ് അമ്മി ഹൂഫി ദുബൈ, ഇതെന്റെ അങ്കിളിന്റെ മകനാണ്, അവർ ദുബൈയിലാണ്. ഹദ ബിൻത് ഖാലത്തി, ഇതെന്റെ മേമയുടെ മോളാണ്. ഹിയ ഫി ഖത്തർ, അവർ ഖത്തറിലാണ്. ഹിയ തബീബ, അവർ ഡോക്ടറാണ് എന്നുള്ളത് പറയാം. ഇനി ഫാമിലി എന്നുള്ളതിന് ഉസ്ര എന്നും ആഇല എന്നും പറയാറുണ്ട്. ഉസ്ര, ആഇല. ഹാദി ആഇലത്തി, ഇതെന്റെ ഫാമിലിയാണ്. അബി വ ഉമ്മി വ അഖി വ അഖ്തി, ജദ്ദി വ ജദ്ദത്തി. ഇപ്പൊ നമ്മൾ ഫാമിലിയെ കുറിച്ച് പറയാൻ പഠിച്ചു. ഫാമിലിക്ക് എന്താണ് പറയാ എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.